മനുഷ്യന്മാരെ മണ്ടന്മാരാക്കുന്ന 5 ഉത്തരവുമായാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. മനുഷ്യന്മാരെ മണ്ടന്മാരാക്കുന്ന 5 പ്രവൃത്തികൾ അതെന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, നമ്മുടേതായിട്ടുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത്. നമുക്ക് ധാരാളം രഹസ്യങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ മാത്രം രഹസ്യമല്ല, മറ്റുള്ളവരുടെ രഹസ്യം കൂടി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും അത്. പക്ഷെ അത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ അടുത്ത ആരെങ്കിലുമായോ പങ്കുവെക്കുമ്പോൾ ശരിക്കും അവർ നമ്മളുമായി ഒരു ശത്രുതയിൽ എത്തുമ്പോൾ അവർ അതെടുത്ത് പ്രയോഗിച്ചേക്കാം. അതാണ് ഒന്നാമത്തെ മണ്ടത്തരം. നമ്മൾ ആരോടും യാതൊരു രഹസ്യവും പങ്കുവെക്കാനേ പാടില്ല. മനുഷ്യർ ചെയ്യുന്ന രണ്ടാമത്തെ മണ്ടത്തരം എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരു കാര്യവും ഒരു കാരണവുമില്ലാതെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ മലയാളത്തിൽ എടുത്തുചാട്ടം എന്ന് പറയും. നമുക്ക് അറിയാത്ത ഒരു ജോലിയാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതുമാകാം. ഉദാഹരണത്തെ പറയുകയാണെങ്കിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളിൽ പലരും അതിലേക്ക് ഇറങ്ങാറില്ലേ? അതുപോലെ ഒരു മണി മേക്കിംഗ്, ഒരു മണി ബിൽഡിംഗ്, അതുപോലെയുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ കൂടുതൽ പണം കിട്ടുമെന്ന് കരുതി റിസ്ക് ഉള്ള ജോലിയിലേക്ക് ഇറങ്ങുക. റിസ്ക് ഉള്ള ജോലി ഏറ്റെടുത്ത് ചെയ്യുക. അത് മനുഷ്യർ ചെയ്യുന്ന ഒരു മണ്ടത്തരത്തിൽ പെടുന്ന കാര്യം തന്നെയാണ്. മനുഷ്യർ ചെയ്യുന്ന മൂന്നാമത്തെ മണ്ടത്തരം എന്താണെന്ന് നോക്കാം. നമ്മളോട് അടുത്തു സ്നേഹിച്ചവരായിക്കൊള്ളട്ടെ, അകന്ന് കഴിയുന്നവരായിക്കൊള്ളട്ടെ, അവർ നമ്മളോടൊരു സഹായം ആവശ്യപ്പെട്ടാൽ നമ്മളത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും യാതൊരു വാക്കും കൊടുക്കാൻ പാടില്ല. കാരണം നമ്മെ കൊണ്ടത് കഴിയില്ല എങ്കിൽ കഴിയില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ ഞാൻ നാളെ നടത്തിത്തരാം, മറ്റന്നാൾ നടത്തിത്തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് പ്രതീക്ഷിച്ചിരിക്കുകയും അവസാനം അവർക്ക് നിരാശ സംഭവിക്കുകയും ആ നിരാശയ്ക്ക് കാരണക്കാരായ നമ്മൾ ചതിയന്മാരാവുകയുമാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ഇത്തരം മണ്ടത്തരങ്ങൾ മാറ്റിവെക്കേണ്ടത് തന്നെയാണ്. നമ്മൾ നമ്മളായി തന്നെ ജീവിക്കൂ. മറ്റുള്ളവരുടെ അടിമയല്ല നമ്മൾ, മറ്റുള്ളവർ നമ്മളുടെ അടിമയുമല്ല. ആദ്യം നമ്മൾ അത് മനസ്സിലാക്കുക. മനുഷ്യർ ചെയ്യുന്ന നാലാമത്തെ മണ്ടത്തരം എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, അതും ആത്മാർത്ഥമായി തന്നെ. അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ സ്നേഹിക്കുന്നു, ഇതേ ആത്മാർത്ഥതയിൽ. പക്ഷെ അവർക്ക് നമ്മളെ ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അവൾ നമ്മുടേതായിരിക്കുന്നു എന്ന രീതിയിൽ സംസാരിക്കുക. നമ്മുടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, മറ്റുള്ളവരായിക്കൊള്ളട്ടെ, ആ പെൺകുട്ടി റോഡിലൂടെ നടന്നു വരുമ്പോൾ നിന്റെ ലവർ വരുന്നു, അല്ലെങ്കിൽ നിന്റെ ഭാവി കാമുകി വരുന്നു, നിന്റെ ഭാവി ഭാര്യ വരുന്നു എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നതും അവസാനം ആ പ്രണയം അവിടെ തകർന്നു പോവുകയാണെങ്കിൽ നമ്മൾ നിരാശയുടെ പടുകുഴിയിലേക്ക് പതിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു രീതി പിന്തുടരരുത്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു വാക്ക് പറയരുത്. അവർ നിങ്ങളുടെ സ്വന്തമായതിനു ശേഷം എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണോ ശരിയാണോ എന്ന് അളക്കുന്നത് മറ്റുള്ളവരുടെ ചിന്തയിൽ നിന്നാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അവരുടെ ചിന്തകൾക്കൊത്ത് ഉയരാൻ ശ്രമിക്കുക. ഒരിക്കലും അതിന് താഴേക്ക് പോകാൻ ശ്രമിക്കരുത്. നമ്മൾ ഓരോ നിമിഷവും ചെയ്യുന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത രീതിയിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് വേണം ഓരോ ദിവസവും ജീവിക്കാൻ. കാരണം നമ്മൾ ഒന്ന് താഴുകയാണെങ്കിൽ നമ്മുടെ മുകളിൽ ചവിട്ടി നടക്കാൻ 1000 പേരുണ്ടാവും. അവിടെ നമ്മൾ ഒരു പരുന്തിനെ പോലെ, ഒരു കഴുകനെ പോലെ പറന്നുയരുകയാണ് ചെയ്യേണ്ടത്. ഒരു കാക്കയെ പോലെ തറയിലേക്ക് പതിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ഓർക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അവരാദ്യം നിങ്ങളെയാണോ കോണ്ടാക്ട് ചെയ്യുന്നത് എങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം ഉയർന്നു നിൽക്കുകയാണ്. അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ, അവരുടെ ഒരു രക്തബന്ധത്തെ പോലെ നിങ്ങളെയും കണക്കാക്കുന്നു. അതുകൊണ്ടാണ് അവർക്കൊരു പ്രശ്നമുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുമ്പോൾ നിങ്ങളെ ആദ്യം ഓർക്കുന്നതും